ഹലോ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാണുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പോയിട്ട് വന്നിട്ട് നിന്നെ വിളിക്കാം. അച്ഛാ, എന്താ നീ പ്രാർത്ഥിക്കുവായിരുന്നു? അച്ഛാ, അത് പ്രാർത്ഥിക്കുവായിരുന്നോ ചോദിച്ചാ അതിനെ കുറിച്ച് പറയാൻ വേണ്ടി തന്നെ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നെ. നീ പറ. അച്ഛാ, എനിക്കൊരു പ്രത്യേക അനുഭവത്തിലാണ് ഞാനിപ്പോ. എനിക്കൊരു മനസ്സിലൊരു ഉണർവ്, ദൈവം എന്നോട് സംസാരിക്കുന്നത് പോലെ. നീ ഉള്ളൂ, നീ പോ, നീയാണ് എന്റെ മകൻ, നീ പോ എന്റെ വേല ചെയ്യും, ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ പോയി നന്നാക്ക്. ഇങ്ങനൊക്കെ തോന്നിക്കൊണ്ടിരിക്കുക അച്ഛാ. അച്ഛാ, ഇതൊരു ദൈവോടിയാണോ? മോനെ, നിനക്ക് പൂർണ്ണ ആഗ്രഹമാണെങ്കിൽ നമുക്ക് സെമിനാരിൽ ചേരാം. പിന്നെ ഇത് വളരെ പ്രാർത്ഥിച്ച് ചിന്തിച്ചെടുക്കേണ്ട തീരുമാനമാണ്. ചേർന്ന് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരരുത്. പിന്നെ ഇതിലേക്ക് വരും മുമ്പേ ആലോചിച്ചെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നല്ലൊരു വ്യക്തിത്വം, ആത്മസംയമനം, ക്ഷമ, പിന്നെ ക്ഷമ, പിന്നെ ലളിത ജീവിതം. കർത്താവേ, ഞാൻ ഈ വിശപ്പ് മുഴുവൻ സഹിക്കുന്നത് നിനക്ക് വേണ്ടി. ചേട്ടാ, 2 ദിവസം വല്ലത് കഴിച്ചിട്ട് എന്തെങ്കിലും ചേട്ടാ കഷ്ടമുണ്ട്. എന്തേലൊന്നും ഇല്ല. ചേട്ടാ, 2 ദിവസം വല്ലത് കഴിച്ചിട്ട് എന്തെങ്കിലും ചേട്ടാ കഷ്ടമുണ്ട്. പക്ഷേടാ മോനെ, ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ മറ്റൊരു തലമുണ്ട്. ചില സമയമുണ്ടല്ലോ, ദൈവം നമ്മെ നേരിട്ടങ്ങ് വിളിക്കും. അത് ചിലപ്പോൾ ആക്സിഡൻറ്റ് വിട്ട് റോഡിൽ കിടക്കുന്ന രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ ബസ് നിൽക്കാൻ കെൽപ്പില്ലാത്ത വല്യപ്പച്ചൻ രൂപത്തിലായിരിക്കും, അല്ലെ ഒരു നേരത്തെ ആഹാരത്തിന് എന്നോട് കേഴുന്ന രൂപത്തിലായിരിക്കും. ആ വിളി നഷ്ടമാക്കിയ പിന്നെ ഒരു സെക്കൻഡ്. ഹലോ, അതെ, ജോൺസാച്ചനാണല്ലോ. ഓ അതെ, ഇയാളുടെ ഉപദേശം കേട്ട് മിക്കവാറും ഞാൻ അച്ഛനായത് തന്നെ. ചേട്ടാ 2 ദിവസം വല്ലത് കഴിച്ചിട്ട് ചേട്ടാ അല്ലേ ഒരു നേരത്തെ ആഹാരത്തിന് എന്നോട് കേഴുന്ന രൂപത്തിലായിരിക്കും. ആ വിളി നഷ്ടമാക്കിയിട്ടുണ്ട്. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ചേട്ടാ, ചേട്ടോ